നമസ്കാരം ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡ്രാമാസ് ആണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ? ഫസ്റ്റ് ഡ്രാമയാണ് 2014 റിലീസ് ആയിട്ടുള്ള ഹ്വാറങ്. ഇത് നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് കേട്ടോ. അപ്പൊ ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ പാക് സിയോജു ആണ് കേട്ടോ. പാക് സിയോജും പാക് ഹ്യോൻ സിക്കും ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയാണ് ഹ്വാറങ്. അതേപോലെ തന്നെ നമ്മുടെ BTS വി ഉണ്ടല്ലോ, വി അഭിനയിച്ചിട്ടുള്ള ഫസ്റ്റ് കൊറിയൻ ഡ്രാമയാണ് ഹ്വാറങ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ഡ്രാമ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ രാജാവ് പാക് ഹ്യോൻ സിക്ക് ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വില്ലേജിലുള്ള യൂത്തന്മാരെ വെച്ചിട്ട് അവര് ഹ്വാറങ് എന്ന് പറയുന്ന ഒരു ടീം ഫോം ചെയ്യാണ് കേട്ടോ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. സോ അവരെ എന്ത് ചെയ്യാണ്, നല്ലൊരു വാരിയേഴ്സ് ആയിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ശേഷം ഉണ്ടാകുന്ന സ്റ്റോറിയാണ് ഹ്വാറങ് എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇതിൽ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇവരുടെ റൊമാൻസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇതില് ഫീമെയിൽ ലീഡായിട്ട് അഭിനയിക്കുന്നത് ഗോആറ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. ഇതില് മെയിൻ ലീഡ് ആരായിരിക്കും? പാക് സിയോജു ആയിരിക്കോ, പാക് ഹ്യോൻ സിക്ക് ആയിരിക്കോ, അല്ലെങ്കിൽ ഈ ഒരു ആക്ട്രസ് ആരുടെ പെയറായിട്ടാണ് ഈ ഒരു ഡ്രാമയിൽ അഭിനയിക്കുന്നത് എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് ഹ്വാറങ്. ടോട്ടൽ ആയിട്ട് 20 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി സെക്കൻഡ് ഡ്രാമയാണ് ലവ് ഇൻ ദ മൂൺലൈറ്റ്. ഇതും 2014 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് കേട്ടോ. ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്രൗൺ പ്രിൻസ്, അതായത് നമ്മുടെ അവിടുത്തെ രാജാവാണ് നമ്മുടെ കഥയിലെ നായകൻ. അപ്പൊ അദ്ദേഹം ഒരു പയ്യനായിട്ട്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വാരിയേഴ്സ് അതിലെ ഒരു പയ്യനായിട്ട് ഭയങ്കര ക്ലോസ് ആവുകയും ഭയങ്കര അറ്റാച്ച്ഡ് ആവുകയും ചെയ്യാണ് കേട്ടോ. ശേഷം അവൻ തന്നെ തോന്നുകയാണ്, അയ്യോ എനിക്കിനി അവനോട് ഇഷ്ടമാണോ എന്ന് അവൻ തന്നെ തോന്നുകയാണ് കേട്ടോ. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഇതില് പയ്യനായിട്ട്, അതായത് രാജാവ് ക്ലോസർ ആവുന്ന ആ ഒരു പയ്യൻ ഗേൾ ആണ് കേട്ടോ. അവളാണ് നമ്മുടെ കഥയിലെ നടി. പക്ഷെ എന്തിനായിരിക്കും അവൾ ഒരു ബോയിന്റെ വേഷം കെട്ടിയിട്ട് ആ ഒരു രാജാവിന്റെ അടുത്തേക്ക് ചെന്ന് എത്തുന്നത്? എന്തായിരിക്കും അവളുടെ ഒരു ലക്ഷ്യം എന്നൊക്കെ നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് ലവ് ഇൻ ദ മൂൺലൈറ്റ്. ഇതിലുണ്ടല്ലോ ടോട്ടൽ ആയിട്ട് 18 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാക് ബോഗം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും കിം യു ജങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ്. അപ്പൊ ഇവിടുത്തെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. പിന്നീട് നമ്മുടെ രാജാവ് അവൻ ഗേൾ ആണെന്ന് അറിയുമ്പോൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് എന്നെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ. ഓക്കെ, അപ്പൊ മറക്കാണ്ട് ഈ ഡ്രാമ ഒന്ന് കണ്ടു നോക്കൂ. തേർഡ് ഡ്രാമയാണ് 2021 റിലീസ് ആയിട്ടുള്ള ദ കിങ്സ് അഫെക്ഷൻ. ഇതുണ്ടല്ലോ നല്ലൊരു റൊമാൻറ്റിക് ഡ്രാമ തന്നെയാണ് കേട്ടോ. ഇതിൽ എന്താണ് സ്റ്റോറി എന്ന് വെച്ചാൽ ഇതിൽ അവിടുത്തെ ഒരു രാജ്ഞി ട്വിൻസിന് ജന്മം നൽകുകയാണ് കേട്ടോ. ട്വിൻസ് എന്ന് പറയുന്നത് ഒരു ഗേളും ഒരു ബോയും ആണ്. സോ എല്ലാവരും ആ ഒരു ബോയിനെയാണ് ഇനിയുള്ള രാജാവായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ബോയ് മരണപ്പെടുകയാണ് കേട്ടോ. പക്ഷെ ജനങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല ആ ഒരു ബോയ് മരണപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രാജ പദവി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്വിൻസിൽ ഒരാളായിട്ടുള്ള ആ ഒരു ഗേളിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, രാജാവാക്കി മാറ്റുന്നത്. എങ്ങനെയാണ് ഒരു ഗേള് രാജാവാവുന്നത് എന്ന് വെച്ചാൽ ആ ഒരു മരണപ്പെട്ട ബോയിന്റെ ഐഡന്റിറ്റിയാണ് ഇവൾക്ക് നൽകുന്നത്. അതായത് അവളൊരു ഗേളാണ്, പക്ഷേ അവളുടെ ആ ഒരു ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തിട്ട് ബോയ് ആയിട്ടാണ് പിന്നീട് ജീവിക്കുന്നത് കേട്ടോ. സോ അവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല ഇപ്പോഴത്തെ ആ ഒരു രാജാവ് ഗേൾ ആണ് എന്നുള്ളത്. അവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല കേട്ടോ. പക്ഷെ എന്തിനായിരിക്കും അവളെ ബോയ് ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ രാജാവാക്കി മാറ്റുന്നത്? എന്തായിരിക്കും അതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളതെല്ലാം നിങ്ങൾ ഡ്രാമ കണ്ടുതന്നെ അറിയണം കേട്ടോ. സോ അവളുടെ ആ ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയും അവള് ഗേൾ ആണെന്നുള്ളത് പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വയ്ക്കണം. ആരും തന്നെ അവളൊരു ഗേൾ ആണെന്ന് അറിയരുത് എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവള് ജീവിക്കുന്നത് തന്നെ കേട്ടോ. സോ ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നത് നമ്മുടെ പാക് യോബിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. അവളുണ്ടല്ലോ ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു രാജാവായിട്ട് ജീവിക്കണം. സോ ആ ഒരു രാജാവിന്റെ വേഷം, അതേപോലെ തന്നെ യുദ്ധങ്ങൾക്കൊക്കെ പോകണം,
അങ്ങനെയൊക്കെയാണല്ലോ. സോ ആ ഒരു ക്യാരക്ടർ ഈ ഒരു ആക്ട്രസ് നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ പിന്നെ മെയിൽ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് റോവൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇവള് അതായത് രാജാവ് ഒരു ഗേൾ ആണെന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ അറിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, അവരത് അക്സെപ്റ്റ് ചെയ്യോ? സോ എന്തായിരിക്കും കഥ എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ ഇതിൽ ടോട്ടൽ ആയിട്ട് 20 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഫോർത്ത് ഡ്രാമയാണ് ദ ആൽക്കമി ഓഫ് സോൾസ്. 2022 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ഫാന്റസി റൊമാൻറ്റിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് ആൽക്കമി ഓഫ് സോൾസ്. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഇത് കറക്റ്റ് മലയാളത്തിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സസ്, അതായത് ഒരു മന്ത്രവാദിനികളുടെ കഥയാണ് കേട്ടോ. നല്ല മാജിക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഓരോരുത്തർക്കും ഓരോ എനർജികളാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ ഒരു വില്ലേജ് ആണ്. സോ ഓരോരുത്തർക്കും ഓരോ ശക്തികളാണ് ഉള്ളത്. സോ അവിടുത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവാദിനി കണ്ണ് കാണാത്ത ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ ഒരു ശരീരത്തിലാണ് പിന്നീട് അവള് ജീവിക്കുന്നത്. എന്തുകൊണ്ട് തന്നെ അവള് ശരീരത്തിലേക്ക് പ്രവേശിച്ചത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് പിന്നീട് കണ്ണ് കാണാൻ പറ്റും കേട്ടോ. സോ അവള് പിന്നെ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുന്നത്, ആ കുട്ടി പിന്നെ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് എന്നുള്ള കഥയാണ് ഇതിൽ പറയുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് സ്റ്റോറീസ് ഇതിന്റെ പിന്നിലുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഡ്രാമ കണ്ടാലേ അറിയത്തുള്ളൂ. അത് ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ ഡ്രാമ എന്തായാലും പോയിട്ട് കാണുക കേട്ടോ. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ആൽക്കമി ഓഫ് സോൾസ്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലീ ജെ വൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടർ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരായിട്ട് അഭിനയിക്കുന്നത് ജങ് സോമിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. ഈ ആക്ട്രസ് മാത്രമല്ല, ഈ ആക്ട്രസിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു മന്ത്രവാദിനി ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ഗോയോങ് ജങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. സോ ഈ രണ്ട് ആക്ട്രസിനും ഒരേ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ഡ്രാമയിൽ ഉള്ളത്. ഇതിൽ ടോട്ടൽ ആയിട്ട് 2 സീസൺസ് ആണ് കേട്ടോ. ഫസ്റ്റ് സീസണിലെ 20 എപ്പിസോഡ്സും സെക്കൻഡ് സീസണിൽ 10 എപ്പിസോഡ്സും ആണ്. സോ ഫസ്റ്റ് സീസണിൽ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ജങ് സോമിൻ എന്ന് പറയുന്ന ആക്ട്രസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ സെക്കൻഡ് സീസണിൽ ഗോയോജങ് എന്ന് പറയുന്ന ആക്ട്രസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ 2 സീസൺസിലും ആയിട്ട് ഇവർ അഭിനയിക്കുന്നത് കേട്ടോ. കൂടാതെ ഇതിൽ ഒരുപാട് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ആക്ടിങ് കാണാൻ ഇതിൽ ഭയങ്കര രസമാണ്. പിന്നെ നല്ല കോമഡി ഡ്രാമയാണ്. പിന്നെ കെമിസ്ട്രി ഒക്കെ കാണാനും ഭയങ്കര രസമാണ്. ബോണ്ടിങ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് ആൽക്കമി ഓഫ് സോൾസ്. നല്ല OSTകളൊക്കെയാണ് കേട്ടോ. ആ OSTയും അതേപോലെ തന്നെ ആ ഒരു സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ മറക്കാണ്ട് ഈ ഒരു ഡ്രാമ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് ദ സീക്രട്ട് റോയൽ ഇൻസ്പെക്ടർ ആൻഡ് ജോയ്. 2021 റിലീസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് സീക്രട്ട് റോയൽ ഇൻസ്പെക്ടർ ആൻഡ് ജോയ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ കഥയിലെ നായകൻ ഒരു സീക്രട്ട് ഏജന്റ് ആണ്. സോ പിന്നീട് അദ്ദേഹം നമ്മുടെ കഥയിലെ നായിക കിം ജോയിനെ മീറ്റ് ആക്കുകയാണ്. പിന്നീട് കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. അവരൊന്നിച്ച് ടീം വർക്കോട് കൂടിയിട്ട് ഓരോ മിഷൻസ് കംപ്ലീറ്റ് ആക്കുകയാണ് കേട്ടോ. ആ ഒരു കഥയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. സോ ഇവർ ഓരോരുത്തരെ മീറ്റ് ആക്കുക, ഓരോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക ഒക്കെ കാണാം. ആ ഒരു സീനുകളൊക്കെ കാണാനാണ് ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. കോമഡി ഡ്രാമയാണ്, അതേപോലെ തന്നെ റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് സീക്രട്ട് റോയൽ ഇൻസ്പെക്ടർ ആൻഡ് ജോയ് എന്ന് പറയുന്നത് കേട്ടോ. ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഓക്കെ ടേഹ്യൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും കിം ഹേ യൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. സോ ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. ഇതും നല്ലൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് കേട്ടോ. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ഡ്രാമ കാണാനായിട്ട് മറക്കരുത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇത് കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡ്രാമയും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.